2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ഇടതുമുന്നണി തങ്ങളുടെ പുതിയ പ്രചാരണ മുദ്രാവാക്യം പുറത്തുവിട്ടിരിക്കുകയാണ്. മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന ഈ വാചകവുമായാണ് ഇനി ഇടതുമുന്നണി ജനങ്ങളെ സമീപിക്കാൻ പോകുന്നത്. CPIM സംസ്ഥാന കമ്മിറ്റിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഈ ടാഗ് ലൈൻ പുറത്തിറക്കിയത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും നൽകിയ മുദ്രാവാക്യങ്ങൾക്ക് ശേഷം 3ാം വട്ടവും അധികാരത്തിലെത്താൻ ലക്ഷ്യമിട്ടാണ് LDF ഈ പുതിയ തെരഞ്ഞെടുപ്പ് തന്ത്രം മെനയുന്നത്. 2016 LDF വരും, എല്ലാം ശരിയാകും എന്ന മുദ്രാവാക്യവുമായിരുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഹിറ്റ്. അതിനുശേഷം 2ാം തവണ അധികാരത്തിലെത്താൻ ഉറപ്പാണ് LDF എന്ന വാചകം അവർ പ്രയോഗിച്ചു. ഇപ്പോൾ 3.0 3ാം തവണ ഭരണത്തിലേക്ക് കടക്കാൻ മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന ചോദ്യമാണ് അവർ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത്. എന്നാൽ LDFന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഈ മുദ്രാവാക്യം ഒരു പോസ്റ്റായി വന്നപ്പോൾ അതിന് താഴെ വന്നിട്ടുള്ള ആയിരക്കണക്കിന് കമന്റുകൾ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. ആ കമന്റുകളിലൂടെ നമ്മളൊന്ന് കടന്നു പോയാൽ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്താണുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നതാണ് സത്യം. സാധാരണക്കാരായ മനുഷ്യരുടെ പ്രതികരണങ്ങൾ വളരെ നിഷ്കളങ്കവും എന്നാൽ ചിന്തിപ്പിക്കുന്നതുമാണ്. പ്രധാനമായും കേരളത്തിലെ ക്ഷേമ പെൻഷൻ, വിലക്കയറ്റം എന്നിവയെക്കുറിച്ചാണ് കൂടുതലും കമന്റുകൾ കാണാൻ സാധിക്കുന്നത്. മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന ചോദ്യത്തിന് മറുപടിയായി മാസങ്ങളായി പെൻഷൻ മുടക്കാൻ മറ്റാരുണ്ട് LDF അല്ലാതെ എന്നാണ് ഒരു സാധാരണക്കാരൻ ചോദിക്കുന്നത്. ഇത് കുറ്റം പറയുന്നതായിട്ടോ പരിഹാസമായിട്ടോ അല്ല കാണേണ്ടത്, മറിച്ച് കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങളെയാണ് ഇത് കാട്ടുന്നത്. വീഡിയോയിൽ മുന്നണിയുടെ ശക്തിയെക്കുറിച്ചും ഭരണ നേട്ടങ്ങളെക്കുറിച്ചുമൊക്കെ നേതാക്കൾ ചർച്ച ചെയ്യുമ്പോൾ ഫേസ്ബുക്കിൽ ജനങ്ങൾ ചോദിക്കുന്നത് മറ്റൊന്നാണ്. കറണ്ട് ബില്ല് കൂട്ടാൻ മറ്റാരുണ്ട് LDF അല്ലാതെ, വെള്ളത്തിന് കാശ് കൂട്ടാൻ മറ്റാരുണ്ട് LDF അല്ലാതെ തുടങ്ങിയ കമന്റുകൾ വളരെ കൂടുതലാണ്. ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് ഒരു മുദ്രാവാക്യം വരുമ്പോൾ അത് കേൾക്കുന്ന മനുഷ്യരുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് അവർ അനുഭവിക്കുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകളാണെന്നതാണ്. ചില കമന്റുകൾ വളരെ സങ്കടകരമായ രീതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. KSRTC ശമ്പളം കൃത്യമായി കൊടുക്കാതിരിക്കാൻ മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന് ചോദിക്കുന്നത് ആ തൊഴിലാളികളുടെ വിഷമം കൊണ്ടാണ്. ഇത് രാഷ്ട്രീയമായ കുറ്റം പറച്ചിലല്ല, മറിച്ച് കേരളത്തിലെ സാധാരണ ജനതയുടെ സത്യസന്ധമായ അഭിപ്രായ പ്രകടനമാണ്. സർക്കാർ നല്ലതെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് നേതാക്കൾ അവകാശപ്പെടുമ്പോൾ അത് താഴെ തട്ടിൽ എത്തുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഈ ഫേസ്ബുക്ക് കമന്റുകൾ നമ്മളോട് ചോദിക്കുന്നത്. മറ്റാരുണ്ട് എന്ന ആ ചോദ്യത്തിന് ഓരോ മനുഷ്യനും അവന്റെ അനുഭവങ്ങൾ വെച്ചാണ് മറുപടി നൽകുന്നത്. മാവേലി സ്റ്റോറിൽ സാധനങ്ങളില്ലാത്തതിനെ കുറിച്ചും ജോലിയില്ലാത്ത യുവാക്കളെ കുറിച്ചും ഒക്കെ ആ കമന്റ് ബോക്സുകളിൽ മനുഷ്യർ സങ്കടം പറയുന്നുണ്ട്. ഇത് ഭരണകൂടം കാണേണ്ടതും കേൾക്കേണ്ടതുമായ സത്യങ്ങളാണ്. ഒരു തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം എങ്ങനെ ജനങ്ങളുടെ പ്രതികരണത്തിലൂടെ ഒരു വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒടുവിൽ ജനങ്ങൾ ചോദിക്കുന്നത് ഇപ്പോഴത്തെ ഈ അവസ്ഥയെക്കുറിച്ചാണ്. നമ്മൾ കുറ്റം പറയുന്നില്ലെങ്കിലും ജനങ്ങളുടെ ഈ വിഷമം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒരു മുദ്രാവാക്യത്തെക്കാൾ മനുഷ്യർ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങൾക്കാണ് മുൻതൂക്കം നൽകുന്നത്. മറ്റാരുണ്ട് എന്ന ഈ ചോദ്യത്തിന് മറുപടി വോട്ട് പെട്ടി തുറക്കുമ്പോൾ അറിയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പല മനുഷ്യരും ആ കമന്റുകൾ അവസാനിപ്പിക്കുന്നത് തന്നെ.